അവസാനത്തെ റണ്ണപ്പ് ആ 40 മീറ്റർ ഞാൻ എങ്ങനെ ഓടിത്തീർത്തു എന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. എൻ്റെ കാലിൽ അത്രയേറെ ഒരു ശക്തി ഉണ്ടായി. അതങ്ങനെ ഓടി ഞാൻ 3 സ്റ്റെപ്പ് മുന്നിലെത്തി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡ് നേടാൻ കഴിഞ്ഞു. MD വത്സമ്മ കഠിന പ്രയത്നത്തിലൂടെ കായിക രംഗത്ത് സുവർണ നേട്ടം കൊയ്ത താരം. തെക്കേ ഇന്ത്യയിൽ നിന്ന് ഏഷ്യാഡ് സ്വർണം നേടിയ ആദ്യ വനിത. ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് ഞാനിങ്ങനെ വിക്ടറി ലാപ്പ് ഓടുകയാണ്. അങ്ങനെ ചുറ്റിലും വലിയൊരു വേവ്സ്, ഒരാരവായിരുന്നു ആ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ. ദേശീയ ഗാനം കേട്ടപ്പം ശരിക്കും കണ്ണീരടിഞ്ഞു. ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിയ ഇന്ത്യൻ വനിതാ ടീമിലെ അംഗം. ഇന്ത്യ ഫൈനലിൽ ഓടുന്നുള്ളത് പോലും ആർക്കും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയായിരുന്നു. ഇന്ത്യയിൽ സ്പോർട്സോ എന്ന് പോലും ചോദിക്കുകയായിരുന്നു. ഫസ്റ്റ് റണ്ണറായി ഞാൻ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിന്നും വെടിവെച്ച കേട്ടതും ശരിക്കും വെടിയുണ്ട പോകുന്ന പോലെ തന്നെ പോയി എന്നാണ് അന്നൊക്കെ എഴുതിയത്. ഒരൊറ്റ പോക്കായിരുന്നു. ഇത് MD വത്സമ്മയുടെ അനുഭവങ്ങളാണ്. പാലക്കാടത്തെ ആ കൊടും ചൂടിൽ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഫാനില്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്ന് ചൂടുള്ള നിലത്തായിരുന്നു കിടക്കുക. കായിക രംഗത്ത് തുടക്കം. എന്നും ഈ 10 കുട്ടികൾക്കുള്ള ആഹാരവും എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്കും തീർച്ചയായും വൈകും. അവിടുന്ന് ഒരൊറ്റ ഓട്ടമായിരിക്കും. അങ്ങനെ ഓടിയായിരുന്നു എന്നും സ്കൂളിൽ എത്തിയിരുന്നത്. ആ ഓട്ടം എൻ്റെ എൻഡ്യൂറൻസ് കൂട്ടി എന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. 1982 ഏഷ്യൻ ഗെയിംസിലെ സുവർണ നേട്ടം. PT ഉഷയും മേഴ്സിക്കുട്ടനും എല്ലാവരും പോപ്പുലറായിട്ടുള്ള അത്ലറ്റ്സ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എല്ലാവരും മെഡൽ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷേ എന്നെപ്പറ്റി ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മെഡൽ വരുമോ എന്നുള്ളതൊക്കെ സംശയമായിരുന്നു. പക്ഷേ ഏഷ്യൻ റെക്കോർഡും ഇന്ത്യൻ റെക്കോർഡും ഗെയിംസ് റെക്കോർഡും ഞാൻ ബ്രേക്ക് ചെയ്തിരുന്നു. ഒളിമ്പിക്സ് വേദിയിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും മറ്റൊരാൾ ഓടാനില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ടീം ഫൈനലിൽ 7ാം സ്ഥാനത്തെത്തിയത് അന്നായിരുന്നു ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ. അതൊരു ചരിത്രമായി മാറി. പിന്നീട് ഇന്ത്യൻ റെയിൽവേയിലെ ജീവിതം. പെട്ടെന്ന് ആരോ എന്നെ പിടിച്ചു വലിച്ചതുപോലെ തോന്നി. അപ്പോഴേക്കും പുറയുന്ന ലോക്കോ പൈലറ്റ് മുൻവശത്തേക്ക് ഒരൊറ്റ തള്ളി. പക്ഷേ അപ്പോഴത്തേക്കും ഈ എഞ്ചിൻ്റെ പവർ കൊണ്ട് എൻ്റെ ചുരിദാറിൻ്റെ ഷാളും ചുരിദാറിൻ്റെ പുറകുവശവും എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോയി. അർജുന അവാർഡും പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ച MD വത്സമ്മ തന്റെ ജീവിതം പറയുന്നു. 19ാമത്തെ വയസ്സിൽ എനിക്ക് വീട്ടിലേക്ക് ഒരു ഇൻഫർമേഷൻ വന്നു. പട്യാല ക്യാമ്പിലേക്ക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പട്യാല ക്യാമ്പിൽ എത്തണമെന്ന് പറഞ്ഞ് കോച്ച് ഞങ്ങളെ ഇൻഫർമേഷൻ തന്നു. ഞങ്ങൾ പാലക്കാടായിരുന്നു പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പട്യാലയ്ക്ക് ട്രെയിൻ കയറി ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് ബസ്സിൽ പട്യാലയിലെത്തി. പട്യാലയിൽ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് മലയാളി കുട്ടികളുണ്ട്, ബാക്കിയുള്ള സ്റ്റേറ്റിലെ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ക്യാമ്പിലുണ്ടായിരുന്നു. പട്യാല പഞ്ചാബിൽ, നമ്മുടെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള രാജ്യം പഞ്ചാബിലാണ് ഞങ്ങൾ എത്തിയത്. അവിടെ മഹാരാജാസ് പാലസിൽ ആണ് NIS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ക്യാമ്പ് അവിടെയായിരുന്നു. ഒരുപാട് ഗ്രൗണ്ടുകളും ഒരുപാട് ട്രെയിനിങ് സെൻറ്റേഴ്സും കൊണ്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് സ്പോർട്സിന് വേണ്ടി മാത്രം മഹാരാജാസ് പാലസ് വിട്ടുകൊടുത്തതാണ് സ്പോർട്സിന് വേണ്ടിയിട്ട്. അവിടെയായിരുന്നു ഞങ്ങൾ എത്തിയത്. അവിടെ മഹാരാജാസ് പാലസിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസവും. അങ്ങനെ ക്യാമ്പിൽ ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത്, അതും വളരെ കൊടും തണുപ്പിലും വേനൽക്കാലമായാൽ അതികഠിനമായ ചൂടും അങ്ങനെയുള്ള 2 എക്സ്ട്രീം കാലാവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനായിരുന്നു ആ ക്യാമ്പ്. ഒരിക്കൽ ഞങ്ങളുടെ കോച്ച് ഉച്ച സമയത്ത് വിളിച്ച് പറഞ്ഞു എല്ലാവരും ഉച്ചയ്ക്ക് 1 മണിക്ക് ഗ്രൗണ്ടിലെത്തണമെന്ന്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കോച്ച് ഞങ്ങളോട് പറയുന്നത്, ഇനി നമ്മുടെ അടുത്ത വരാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിൻ്റെ കലണ്ടർ വന്നു കഴിഞ്ഞു. നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം നമ്മുടെ ഈവൻ്റ് 1 മണിക്കാണ്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും 1 മണിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന്. അത് ഓർത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിഷമം. കാരണം 1 മണിക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 12 മണിക്ക് ഗ്രൗണ്ടിലെത്തണം. വാമപ്പ് കഴിഞ്ഞ് ഈ ഈവൻ്റ് ചെയ്യുമ്പോഴത്തേക്കും അന്നത്തെ ലഞ്ച് സ്കിപ്പായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ചും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഉച്ച സമയത്ത് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് ശേഷമാണ് പട്യാല ക്യാമ്പിൻ്റെ പുറത്ത് കുറേ ജ്യൂസ് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ഒരു 2 ഗ്ലാസ് ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു പോകും. അങ്ങനെ ലഞ്ച് ഉണ്ടാവാറില്ല ഒരിക്കലും, കാരണം മെസ്സ് അടയ്ക്കും. ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ആയിരുന്നു പ്രാക്ടീസ്. രാവിലെ ഒരു 3 മണിക്കൂർ നേരം പ്രാക്ടീസ് ഉണ്ടാവും. ക്യാമ്പിലുള്ള ട്രെയിനിങ് വളരെ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ആയിരുന്നു. ഞാൻ സാധാരണ രാവിലെ ഒരു 2 മണിക്കൂർ നേരം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യം 6 മണിക്ക് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യണം.
റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ പട്ടിയാല പാലസിന് ചുറ്റും ഒരു 2.5 കിലോമീറ്റർ ഓടാനുള്ള സൗകര്യം ഉണ്ടാവും. ആ 2.5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എക്സർസൈസൊക്കെ ചെയ്ത ശേഷം കുറച്ച് ഹഡിലിങ്ങിൻ്റെ സ്ട്രെങ്ത് ട്രെയിനിങ്ങൊക്കെ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് നമുക്ക് ഇരിക്കാം. അങ്ങനെ ഒരു 2 മണിക്കൂർ ആ സമയത്ത് കഴിയും. പിന്നെ ഈ ഉച്ചയ്ക്കാണ് നമ്മുടെ പ്രാക്ടീസ്. ഉച്ചയ്ക്ക് 1 മണിക്ക്, രാവിലെ അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് തരും. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഞങ്ങളുടെ ഈവൻറ്റ് 400 മീറ്റർ ഹഡിൽസ് ആയിരുന്നു. അത് ആദ്യമായിട്ട് ആണ് അടുത്ത് വരാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇൻട്രൊഡ്യൂസ് തുടങ്ങിയത്. അതുകൊണ്ട് അതിന് ഒരു കഠിനമായ പ്രാക്ടീസായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. വൈകുന്നേരം സാധാരണ സ്പീഡ് വർക്ക് സ്പൈസൊക്കെ ഇട്ട ശേഷം 100 മീറ്റർ 200 മീറ്റർ 300 മീറ്റർ അങ്ങനെയുള്ള ട്രെയിനിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഹഡിലും ചെയ്യും. 7 ഹഡിൽ 9 ഹഡിൽ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 400 മീറ്റർ ഹഡിൽ എന്ന് പറഞ്ഞാൽ ആ 400 മീറ്ററിൻ്റെ ഇടയിൽ 10 ഹഡിലുകൾ ഉണ്ടാവും. അത് നമ്മൾ ചാടി മറികടക്കണം. അത് ആദ്യത്തെ 45 മീറ്റർ കഴിഞ്ഞാൽ ആദ്യത്തെ ഹഡിൽ, പിന്നെ അത് കഴിഞ്ഞ് 35 മീറ്റർ, അവസാനത്തെ റണ്ണപ്പ് 40 മീറ്റേഴ്സ്. അങ്ങനെയായിരിക്കും ഈ ഹഡിൽസിൻ്റെ ഈ റണ്ണപ്പ് ഉണ്ടാവുക. ഈ ഓരോ ദിവസവും 400 മീറ്ററും ചെയ്യാറില്ല. ഒന്നുകിൽ 5 ഹഡിൽ വെച്ചിട്ട് 200 മീറ്റേഴ്സ് വരേക്കും, അതല്ലെങ്കിൽ 7 ഹഡിൽ വെച്ചിട്ട് ഒരു 300 മീറ്റേഴ്സ് വരേക്കാണ് നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്യാറ്. അങ്ങനെ ഒരു റെപ്പിറ്റേഷൻ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ചെയ്യും. അപ്പോഴത്തേക്കും ശരിക്കും ടയേർഡാവും. അതെന്ന് വെച്ചാൽ ഏറ്റവും നമ്മുടെ ഓൾ ഔട്ട് തന്നെയായിരിക്കും ഓരോ റെപ്പിറ്റേഷൻ ചെയ്യുക. പക്ഷേ അതുപോലെ ഒരു ദിവസം ഹഡിൽ ചെയ്താൽ പിന്നെ പിറ്റേ ദിവസം നമ്മൾ സ്പീഡ് വർക്കായിരിക്കും. അത് 100 മീറ്റർ 200 മീറ്റർ 300 മീറ്റർ എന്ന് പറഞ്ഞതുപോലെ തന്നെ അതും ഹൈ സ്പീഡിൽ തന്നെ, ഏറ്റവും നമ്മുടെ മാക്സിമം സ്പീഡിൽ തന്നെയായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത് പട്യാല പാലസിലായിരുന്നു. ആ പാലസിൻ്റെ ചുറ്റുവട്ടം ഏകദേശം 500 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അവിടുത്തെ മഹാരാജാവ് സ്പോർട്സിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തതാണ് ഈ പാലസിൻ്റെ ചുറ്റുവട്ടത്തിൽ ഒരു 3 ഗ്രൗണ്ടുണ്ട്. ഒരു സിന്തറ്റിക് ട്രാക്ക്, അന്നേ ഉണ്ടായിരുന്നു സിന്തറ്റിക് ട്രാക്ക്, പിന്നെ ഒരു സിൻഡർ ട്രാക്ക്, പിന്നെ വോളിബോൾ കോർട്ട്, പിന്നെ ഫുട്ബോൾ കോർട്ട്, അങ്ങനെ എല്ലാ സൗകര്യവും, സ്വിമ്മിംഗ് പൂള്, അതുപോലെ എല്ലാ സൗകര്യവുമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ്. അവിടെയായിരുന്നു ഞങ്ങൾ പ്രാക്ടീസ്. പണ്ട് കാലത്ത് ഈ രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലത്തു നിന്നും കുട്ടികൾ അവിടെ വന്നിട്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ കോച്ചിങ് ക്യാമ്പുകളും ഡീസെൻട്രലൈസ് ചെയ്തു. അന്ന് നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പിന്നെ കർണാടക അങ്ങനെയുള്ള ഈ സൗത്ത് സ്റ്റേറ്റുകളിൽ നിന്നുള്ള എല്ലാ കുട്ടികളും പോയിരുന്നത് പട്യാലയിലായിരുന്നു. പട്യാലയിൽ പോയിട്ടായിരുന്നു പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് റിസർവേഷനൊക്കെ കിട്ടി അവിടുന്ന് പോകാൻ ഞങ്ങൾ എത്രയോ പ്രാവശ്യം ട്രെയിനിൽ ഒരു റിസർവേഷനും ഇല്ലാണ്ട് നിലത്ത് കിടന്നു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിട്ട് സാധാരണ ബസ്സിലായിരുന്നു 6 മണിക്കൂർ നേരം ട്രാവൽ ചെയ്ത് പട്യാലയിലെത്തുക. അന്ന് ഇതുപോലെയുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളവിടെ എത്തിയാണ് ഈ 1 കൊല്ലം പ്രാക്ടീസ് ചെയ്യുക. ആ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ നമുക്കൊന്ന് വീട്ടിൽ പോകാനോ അതല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും പരിപാടിയിലോ ക്രിസ്തുമസോ ഈസ്റ്ററോ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ പങ്കെടുക്കാനോ, വീട്ടിലുള്ള അല്ലെങ്കിൽ ഒരു വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കാനോ അങ്ങനെയൊന്നും കഴിഞ്ഞിരുന്നില്ല. ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പട്യാലയിൽ ക്യാമ്പിൽ നിന്നുകൊണ്ടിരുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ക്യാമ്പിൻ്റെ ഇടയിൽ ഒരു 15 ദിവസം ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ കേരളത്തിൽ വന്നു പോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വരാറുണ്ടായിരുന്നുള്ളൂ. കാരണം ഒന്നുകിൽ റിസർവേഷനൊന്നും ഇല്ലാതെ തിരിച്ചു വരാനും പോകാനും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. 82 ഏഷ്യൻ ഗെയിംസ് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. അന്ന് നമ്മുടെ മാസ്കട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആനക്കുട്ടിയായിരുന്നു. ആനക്കുട്ടീനെ കൊണ്ടുപോയത് നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു. അന്ന് എത്രയോ ആനകളെ ട്രെയിനിൽ കയറ്റിയാണ് ഡൽഹിയിൽ എത്തിച്ചത്. അതൊന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ പാലക്കാട് ഡിവിഷനിൽ വർക്ക് ചെയ്തപ്പോഴാണ് അവിടുന്ന് ആനകളെ ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഡൽഹിയിൽ എത്തിച്ചത്. ഈ ആനക്കുട്ടിയുടെ അടുത്ത് ഞങ്ങൾ കളിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പു എന്നായിരുന്നു ആ ആനക്കുട്ടിയുടെ പേര്. ഇന്നും അപ്പുവിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഏഷ്യൻ ഗെയിംസിന് തുടങ്ങാനുള്ള പ്രിപ്പറേഷൻ ഞങ്ങൾ പട്യാലയിൽ നടത്തിക്കൊണ്ടിരുന്നപ്പം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഓരോ ആഴ്ചയിലും നമുക്ക് ടൈം ട്രയൽ ഉണ്ടാവും. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്.
ഓരോ സീസൺ കടന്നു പോകുമ്പോഴും അതികഠിനമായ തണുപ്പിലും അതികഠിനമായ ചൂടിലും ഓരോ സീസൺ കടന്നു പോവുകയായിരുന്നു. അപ്പം നമ്മുടെ ചില സമയത്ത് നമ്മുടെ പെർഫോമൻസൊക്കെ മോശമാകും, ചില സമയത്ത് നമ്മുടെ പെർഫോമൻസ് ചൂടുകാലമൊക്കെ ആണെങ്കിൽ ഒരുവിധം നന്നായി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പട്യാലയിൽ നിന്ന് ഞങ്ങൾ ഡൽഹിയിലേക്ക് വരുന്നത്. ഒരു 15 ദിവസം മുമ്പ് നമ്മൾ ഡൽഹി നെഹ്റു സ്റ്റേഡിയത്തിലെത്തി. സ്റ്റേഡിയത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു അത്രയും വലിയൊരു സ്റ്റേഡിയം കാണുന്നത്. അന്ന് ആദ്യമായിട്ടത് പണിത് പുതിയതായിട്ടുള്ള സ്റ്റേഡിയമായിരുന്നു നെഹ്റു സ്റ്റേഡിയം. ഇന്ദിരാഗാന്ധി ഉള്ള സമയത്താണ് അത് ഉണ്ടാക്കി ഇനാഗുറേറ്റ് ചെയ്തത്. ഈ ഏഷ്യൻ ഗെയിംസിനായിരുന്നു ആ സ്റ്റേഡിയം ഇനാഗുറേറ്റ് ചെയ്തത്. അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും താമസിച്ചത്. കാരണം ഇന്ത്യൻ ടീമിന് മുഴുവൻ അക്കോമഡേഷൻ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് പ്രാക്ടീസ് ഗ്രൗണ്ട് അതിൻ്റെ തൊട്ട് പുറകിലുണ്ടായിരുന്നു. പ്രാക്ടീസ് ഗ്രൗണ്ട് അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ തന്നെ വാമപ്പ് ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സൗകര്യമായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ. ഡൽഹിയിലെത്തിയ ശേഷം നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം കിട്ടിയതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായി. അങ്ങനെ ഏഷ്യൻ ഗെയിംസ് 1982 നവംബർ 19 സ്റ്റാർട്ട് ചെയ്യുകയാണ്. പട്യാലയിൽ നിന്ന് ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ജ്യൂസ് കുടിക്കാൻ പോകുമായിരുന്നു. കാരണം ഗ്രൗണ്ടിൽ നിന്ന് ജ്യൂസ് കുടിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു സർദാർജി നമ്മുടെ കൂടെയുള്ള ഹാമർ ത്രോ ചെയ്യുന്ന സർദാർജി പോകുന്നുണ്ടായിരുന്നു. സർദാർജിയുടെ സൈക്കിളിൻ്റെ പുറകിൽ പോയി അവസാനം ഞാൻ സൈക്കിളിൽ ഉരുണ്ട് വീണ് എൻ്റെ കാലൊക്കെ മുറിഞ്ഞിരിക്കുകയായിരുന്നു ഏഷ്യൻ ഗെയിംസ് വന്ന സമയത്ത്. അങ്ങനെ ഈ കാലിൽ മുറിവൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ഏഷ്യൻ ഗെയിംസിന് വന്നത്. കാരണം ഈ ലാസ്റ്റ് മിനിറ്റിൽ ചെറിയ ഇഞ്ചുറിയൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കോച്ചസൊക്കെ എന്നെ ചീത്ത പറഞ്ഞുവെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അങ്ങനെ ഗ്രൗണ്ടിൽ ഏഷ്യൻ ഗെയിംസ് തുടങ്ങുന്നത് നവംബർ 19 സ്റ്റാർട്ട് ചെയ്യാണ് ഇനാഗുറേഷൻ. അത്ര ബൃഹത്തായ വളരെ വിപുലമായ രീതിയിലായിരുന്നു ഓപ്പണിംഗ് സെറമണി. അതെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ടി വിയിലൊക്കെ. ആർക്കും മെഡൽ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എൻ്റെ പേരിൽ. അന്ന് PT ഉഷയും മേഴ്സിക്കുട്ടനും എല്ലാവരും പോപ്പുലറായിട്ടുള്ള അത്ലറ്റ്സ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എല്ലാവരും മെഡൽ പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷേ എന്നെപ്പറ്റി ആരും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മെഡൽ വരുമോ എന്നുള്ളതൊക്കെ സംശയമായിരുന്നു. പക്ഷേ 25-ാം തീയതി എൻ്റെ ഹീറ്റ്സ് തുടങ്ങി. ആ ഹീറ്റ്സിൽ നിന്ന് ഫസ്റ്റ് വന്നു, ഏറ്റവും നല്ല സമയം ചെയ്തുകൊണ്ട് തന്നെ. അന്ന് ഏഷ്യൻ ഗെയിംസിൻ്റെ ഹീറ്റ്സിലും ഏഷ്യൻ റെക്കോർഡും ഇന്ത്യൻ റെക്കോർഡും ഗെയിംസ് റെക്കോർഡും ഞാൻ ബ്രേക്ക് ചെയ്തിരുന്നു. അപ്പം ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വരാമെന്നുള്ളത്. അങ്ങനെ വീണ്ടും പിറ്റേ ദിവസം 2 ദിവസം റെസ്റ്റ് ഉണ്ടായിരുന്നു ഫൈനലിലേക്ക്. പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു സംഗതി ഉണ്ടായത്, ഫൈനലിലേക്ക് ട്രാക്ക് ലോട്ട് എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയത് ഏറ്റവും അവസാനത്തെ ട്രാക്കായിരുന്നു. ഇന്നത്തെ പോലെ പെർഫോമൻസ് അനുസരിച്ച് ട്രാക്ക് കൊടുക്കില്ല, അന്ന് ലോട്ട് എടുക്കുകയായിരുന്നു. എങ്ങനെയോ ലോട്ട് എടുത്തപ്പം എനിക്ക് അവസാനത്തെ 8ാമത്തെ ട്രാക്ക് കിട്ടി. അതിൻ്റെ ഡിസെൻറ്റ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഈ ഹഡിൽ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 300 മീറ്ററിനുള്ളിൽ നമുക്ക് ആരെയും കാണാൻ കഴിയില്ല പുറകിലുള്ളവരെ. 8ാമത്തെ ട്രാക്കിൽ നിൽക്കുന്ന ആരായിരിക്കും ഈ വളഞ്ഞ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ 300 മീറ്റർ ഓടിക്കഴിയുമ്പോൾ മാത്രമേ പുറകിലുള്ളവർ കയറി വരുന്നത് കാണാൻ കഴിയുള്ളൂ. ആ വളവിൽ ഒരൊറ്റ കയറ്റമായിരിക്കും ആൾക്കാർ മുഴുവൻ. അങ്ങനെ ആ ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ എങ്ങനെ ഓടും എന്ന് വിചാരിച്ചിട്ട് അന്ന് രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു. എൻ്റെ കോച്ച് പിറ്റേ ദിവസം എന്നെ കൊണ്ടുപോയി കുറച്ച് കൗൺസിലിംഗ് ഒക്കെ തന്ന് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തന്നു. പണ്ട് കാലത്ത് ഒളിമ്പിക്സിനൊക്കെ ഓടിയ ആൾക്കാർക്ക് 8ാമത്തെ ട്രാക്ക് കിട്ടിയ ആൾക്കാണ് മെഡലും വന്നതും ഗോൾഡ് വന്നതും. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ആദ്യത്തെ ഹേർഡിൽസ് തൊട്ട് തന്നെ, സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് തൊട്ട് തന്നെ സ്വന്തം സ്പീഡിൽ സ്വന്തം സ്പേസിൽ അങ്ങോട്ട് ഓടിയാൽ മാത്രം മതിയെന്ന് കോച്ച് എന്നെ പറഞ്ഞ് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചു. അങ്ങനെ ഫൈനലിൽ എത്തുകയാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഫൈനൽ ദിവസം കൃത്യം 1 മണിക്കായിരുന്നു എൻ്റെ ഇവൻ്റ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. വെടിയൊച്ച മുഴങ്ങിയപ്പോഴാണ് ഞാൻ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ നിന്ന് പോയി. ദൈവത്തെ മാത്രം വിചാരിച്ചു. പിന്നെ ഒന്നും എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. 80,000 ജനങ്ങൾ ഗാലറിയിൽ ഇരുന്നിട്ട് കൈയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും കാണുന്നില്ല. ഞാൻ മുന്നിൽ കാണുന്ന ഹഡിലുകളും ഗ്രൗണ്ടും മാത്രമേ എൻ്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ, ട്രാക്കും.
അങ്ങനെ 7ാമത്തെ ഹഡിൽ എത്തിയപ്പോഴത്തേക്കും പുറകിൽ നിന്ന് ചൈനീസ് കുട്ടിയും ജാപ്പനീസ് കുട്ടിയും കയറി വരുന്നത് ഞാൻ ഒരു സൈഡിൽ നിന്ന് കണ്ടു. അപ്പം അവിടം തൊട്ട് സ്പീഡ് കൂട്ടിയില്ലെങ്കിൽ ഒരു രക്ഷയില്ലാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ 7ാമത്തെ ഹഡിൽ കഴിഞ്ഞ് 8ാമത്തെ ഹഡിൽ എത്തിയപ്പോഴത്തേക്കും ചൈനീസിൽ നിന്നുള്ള കുട്ടി ആദ്യത്തെ ഹഡിൽ ക്ലിയർ ചെയ്തു. അതിനുശേഷം അപ്പോഴത്തേക്കും ഒന്ന് സൈഡിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ജപ്പാനീസ് കുട്ടിയും ആ ഹഡിൽ ക്ലിയർ ചെയ്തു. 3ാമതായിട്ടാണ് ഞാൻ 8ാമത്തെ ഹഡ് ക്ലിയർ ചെയ്തത്. പിന്നെ അവിടുന്ന് ഒന്നും ആലോചിച്ചില്ല, ഒരൊറ്റ പോക്കായിരുന്നു. 9ാമത്തെ ഹഡിലും അവർ തന്നെ ക്ലിയർ ചെയ്തു, 10ാമത്തെ ഹഡിലും അവർ തന്നെ ക്ലിയർ ചെയ്തു. പക്ഷേ അവസാനത്തെ റണ്ണപ്പ് ആ 40 മീറ്റർ ഞാൻ എങ്ങനെ ഓടിത്തീർത്തു എന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. എൻ്റെ കാലിൽ അത്രയേറെ ഒരു ശക്തി ഉണ്ടായി. അതങ്ങനെ ഓടി ഞാൻ 3 സ്റ്റെപ്പ് മുന്നിലെത്തി നല്ല ക്ലിയർ ആയിട്ട് ഫസ്റ്റ് ക്ലിയർ ചെയ്തു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾഡ് നേടാൻ കഴിഞ്ഞു. എല്ലാവരും എണീറ്റ്, ഈ 80,000 ജനങ്ങളും ഗാലറിയിൽ നിന്ന് എഴുന്നേറ്റ് കൈയടിച്ചിരിക്കുന്നുണ്ട്. അത് അപ്പോഴത്തേക്കും ഇന്ത്യയുടെ ഫ്ലാഗ് ആരോ കൊണ്ടുപോയി കൈ തന്നു. അവിടെ നിന്ന് വിക്ടറി ലാപ്പ് പോവുകയായിരുന്നു. വിക്ടറി ലാപ്പ് പോകുമ്പം അതായിരുന്നു ഏറ്റവും അധികം ഒരു കുളിരണിഞ്ഞൊരു സംഗതി. ആ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് 80,000 ജനങ്ങൾ ഈ ഗാലറിയിലിരുന്ന് ഒരു സൈഡിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരുമ്പോൾ വേവ്സ് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ പോണത്. ആ ഇന്ത്യൻ ഫ്ലാഗുമായിട്ട് ഞാനിങ്ങനെ വിക്ടറി ലാപ്പ് ഓടുകയാണ്. അങ്ങനെ ചുറ്റിലും കൃത്യം ഒരു റൗണ്ടും കൂടെ വിക്ടറി ലാപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വലിയൊരു വേവ്സ്, ഒരാരവായിരുന്നു ആ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ. അതെനിക്ക് ഇന്നും മറക്കാൻ കഴിയില്ല. പിന്നീട് വിക്ടറി സെറമണി ആയിരുന്നു. വിക്ടറി സെറമണിക്ക് വിളിച്ചപ്പം അങ്ങനെ 1ാം സ്ഥാനത്ത് എത്തി. വിക്ടറി സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം കേട്ടപ്പം ശരിക്കും കണ്ണീരടിഞ്ഞു. അപ്പോൾ തീർച്ചയായും ഇപ്പോഴും എനിക്ക് അത് ആലോചിക്കാൻ കൂടെ വയ്യ. അത്രയേറെ സന്തോഷകരമായൊരു നിമിഷം ജീവിതത്തിലുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം. എല്ലാവരും വന്ന് അഭിനന്ദിക്കാൻ തുടങ്ങി. എല്ലാവരും തന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷമായി. അന്നത്തെ ദിവസം പിന്നെ പ്രസ് ഗാലറിയിലേക്ക് ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയി. അവിടെ നിന്ന് ഒരുപാട് പ്രസ്സുകാരൊക്കെ സംസാരിച്ചു. അതിനുശേഷം കോച്ചസ് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ കുട്ടികളുടെ അടുത്ത് ഇരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു റിലേ. അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ ശേഷം റിലേയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യ ഗോൾഡ് വരും എന്നൊക്കെ നമുക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബാറ്റൺ എക്സ്ചേഞ്ചിൽ ഒരു സ്വല്പം പിഴവ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സിൽവറായി. അങ്ങനെ ഒരു ഗോൾഡും ഒരു സിൽവറും ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. അതിന് മുമ്പ് നമ്മുടെ ഉഷയ്ക്ക് 2 സിൽവർ വന്നു, 100 മീറ്റേഴ്സും 200 മീറ്റേഴ്സിലും. ഉഷയുടെ കൂടെ ലീഡിയ ഡിവേഗ, ഫസ്റ്റ് വന്ന ലീഡിയ ഡിവേഗയും അവരുടെ ഓട്ടമായിരുന്നു ഏറ്റവും അധികം ഗ്ലാമറസ് ഇവൻ്റ് ആയിട്ട് കണ്ടത്. ആ 100 മീറ്റർ ഓട്ടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അത് ഒരു ആവേശകരമായ ഒരു ഇവൻ്റായിരുന്നു 100 മീറ്റേഴ്സ്. അതീവ സുന്ദരിയായിട്ടുള്ള നമ്മുടെ ലീഡിയ ഡിവേഗയും അതോടൊപ്പം നമ്മുടെ സ്മാർട്ടായ ഉഷയും 2 പേരും ഈക്വലായിട്ട് തുല്യം ബലാബലം നിൽക്കുകയായിരുന്നു. ആര് ഫസ്റ്റ് വരും എന്നുള്ള ഇതിൽ. അങ്ങനെ അവസാനം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഉഷ 2ാം സ്ഥാനം വന്നുവെങ്കിലും ലീഡിയ ഡിവേഗയും അങ്ങനെ ഇന്ത്യക്ക് വീണ്ടും ഒരു മെഡൽ കൂടെ കിട്ടി. അതും വളരെയേറെ സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു. പിന്നെ മറ്റൊരു ഇവൻ്റ് 400 മീറ്റേഴ്സ് ആയിരുന്നു. പ്രേമചന്ദ്രൻ പാലക്കാട്ടുകാരൻ തന്നെയായിരുന്നു, നമ്മുടെ പാലക്കാട്ടുകാരൻ തന്നെ. അന്ന് പ്രേമചന്ദ്രൻ 2ാം സ്ഥാനം 400 മീറ്റേഴ്സിൽ വന്നു. പിന്നീടുണ്ടായിരുന്ന 4 ഗോൾഡാണ് ഏഷ്യൻ ഗെയിംസിൽ കിട്ടിയത് 4 പേർക്ക്. എനിക്കും വിമൻ സെക്ഷനിൽ എനിക്ക് മാത്രമായിരുന്നു ഒരു സ്വർണ്ണ മെഡൽ കിട്ടിയത്. പിന്നെ 800 മീറ്ററിൽ ചാൾസ് ബൊറോമിയോ, വാക്കിങ്ങിൽ ചാന്ദ്റാം, പിന്നെ ബഹാദൂർ സിംഗ്, അങ്ങനെ ബാക്കി 3 പേരായിരുന്നു. പിന്നെ ഒരു ഗോൾഡും കൂടെ കിട്ടിയത് ഹോക്കിയിലായിരുന്നു. നമ്മുടെ ഓമന കുമാരി ഉണ്ടായിരുന്നു ടീമിൽ. കേരളത്തിൽ നിന്നുള്ളത് ഇത്രയും പേർക്കായിരുന്നു. ഞങ്ങളുടെ റിലേ ടീമിൽ പത്മിനി തോമസ് ഉണ്ടായിരുന്നു. പത്മിനി തോമസ് 400 മീറ്ററിൽ ബ്രോൺസ് മെഡൽ വരികയുണ്ടായി ഇൻഡിവിജ്വൽ ഇവൻറ്റിൽ. അത് വലിയൊരു നേട്ടം തന്നെയായിരുന്നു. ഉഷ അന്ന് 200 മീറ്ററിലും സിൽവർ വന്നു.
ഏഷ്യൻ ഗെയിംസ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ, ഞാനുണ്ടായിരുന്നു, റോസ്ലി, കോച്ച് കുട്ടി സാറ്, അതുപോലെ മേഴ്സി കൂട്ടൻ, ഇവരൊക്കെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ട്രെയിനിലാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നമുക്ക് റിസർവേഷനോ ഒന്നും ഇല്ലായിരുന്നു. അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നത്. ഇന്നൊക്കെ നമുക്ക് വളരെയേറെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് നമുക്ക് പോകാൻ. ഫ്ലൈറ്റിലാണെങ്കിലും പോകാൻ വരാം, തിരിച്ചു വരാം. അന്ന് നമുക്ക് ഉപയോഗിക്കാൻ ഒരു ഫോണോ അല്ലെങ്കിൽ വിളിച്ച് പറയാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയാനൊരു ഫോണോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിനിൽ കയറി തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി എന്നുള്ളത്. നാട്ടിലെത്തിയ ശേഷം ഒരുപാട് സ്വീകരണങ്ങളും ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ആലക്കോടെന്ന മലയോര പ്രദേശത്തുള്ള സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. ആലക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ, പിന്നീട് ഇത് NSS സ്കൂളായി. ആ സ്കൂളിലാണ് എനിക്ക് ആദ്യമായിട്ട് സ്വീകരണം തന്നത്. ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ചേർന്നിട്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡൽ നേടി നാട്ടിലേക്ക് എത്തിയപ്പം ഒരു വലിയൊരു പൗരസ്വീകരണം ആണ് അവിടെ ഒരുക്കിയിരുന്നത്. അതിനുശേഷം ഒരുപാട് സ്ഥലത്ത് നാട് നീളെ നമുക്ക് സ്വീകരണങ്ങൾ തന്നിരുന്നു. പിന്നീട് ഞങ്ങളുടെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലും പാലക്കാട് ഡിവിഷനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ പാലക്കാട് ഡിവിഷനിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ആദ്യമായിട്ട് അതിനുശേഷം നേരെ ഗവൺമെൻറ് ഒരു സ്വീകരണം തന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അതിബൃഹത്തായ ഒരു സ്വീകരണം. കാരണം എല്ലാ അത്ലറ്റ്സും, ഞാനും മുഷിയും ഷൈനിയും മെഡൽ നേടിയ എല്ലാ കായിക താരങ്ങളെയും വിളിച്ചിട്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് സ്വീകരണം തന്നിരുന്നു. ഞാൻ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ ആലക്കോടെന്ന മലയോര ഗ്രാമത്തിലെ ഒറ്റത്തൈ എന്ന സ്ഥലത്താണ്. ഞാൻ പഠിച്ചതും ആലക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഏകദേശം ഞാൻ ജീവിച്ച എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം ബാക്കിയുള്ള എൻ്റെ വീട്ടിലെ 10 മക്കളിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ മൂത്ത സഹോദരനും രണ്ടാമത്തെ സഹോദരൻ വിവാഹം കഴിച്ച് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 10 പേര് ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. 3.5 വയസ്സിൽ തന്നെ എന്നെ കളരിയിൽ കൊണ്ടുപോയി ചേർത്ത് അക്ഷരങ്ങൾ പഠിപ്പിച്ച് ആശാന് വലിയ ഇഷ്ടമായിരുന്നു. കാരണം ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. 6 മാസത്തിനുള്ളിൽ എല്ലാം ഞാൻ പഠിച്ചു തീർത്തുവെങ്കിലും വീണ്ടും 1.5 വർഷം കൂടെ എന്നെ അവിടെ ഇരുത്തി വീണ്ടും പഠിപ്പിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ 4.5 വയസ്സിൽ സ്കൂളിൽ ചേർന്നു. ആലക്കോട് സ്കൂളിലായിരുന്നു എന്നെ ചേർത്തിയത്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ടായിരുന്നു സ്കൂളിലേക്ക് പോകാൻ. അന്ന് ഇതുപോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നടന്നു തന്നെയായിരുന്നു പോയിരുന്നത്. എൻ്റെ വീട് ഇരുന്ന സ്ഥലം തന്നെ ഒരു മലമ്പ്രദേശമായിരുന്നു. എന്ന് വെച്ചാൽ വലിയൊരു തെങ്ങുംതോപ്പിൻ്റെ നടുവിൽ ഈ റബ്ബർ തോട്ടങ്ങളുടെ ആരവം അടിക്കുന്ന ഒരു മലയോരത്തിൻ്റെ താഴ്ഭാഗത്തായിരുന്നു ഞങ്ങളുടെ വീട്. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഒരുപാട് പൂക്കളും ഒക്കെയുള്ള ഒരു വലിയൊരു മുറ്റവുമുള്ള ഒരു വീടൊക്കെയായിരുന്നു അന്ന്. അവിടെ നിന്നാണ് ഞാൻ സ്കൂളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു മലമ്പാതയിലൂടെ നടന്നു പോയി പുഴയെല്ലാം കടന്നു വേണമായിരുന്നു പോകാൻ. മഴക്കാല സമയത്ത് പാലം കടന്നു പോകണമെങ്കിലും അല്ലാത്തപ്പോൾ പുഴ മുറിച്ച് കടന്ന് വേണം സ്കൂളിലെത്താൻ. ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരം നടന്നു പോകാനാണെങ്കിൽ ഒരു 9 മണിക്ക് ഇറങ്ങിയാൽ സ്കൂൾ സമയത്തെത്തും. പക്ഷേ എന്നും ഈ 10 കുട്ടികൾക്കുള്ള ആഹാരവും എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്കും തീർച്ചയായും വൈകും. അങ്ങനെ 9:30 അവിടുന്ന് ഇറങ്ങുക. ഞങ്ങൾ ഇറങ്ങി അവിടുന്ന് ഒരൊറ്റ ഓട്ടമായിരിക്കും. അങ്ങനെ ഓടിയായിരുന്നു എന്നും സ്കൂളിലെത്തിയിരുന്നത്. ആ ഓട്ടം എൻ്റെ എൻഡ്യൂറൻസ് കൂട്ടിയെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ആ സമയത്ത് ക്യാമ്പിലിരിക്കുമ്പോൾ തന്നെയാണ് അറിഞ്ഞത് പത്മശ്രീ അവാർഡ് പ്രഖ്യാപിച്ചതായിട്ട്. അപ്പം ക്യാമ്പിൽ മുഴുവൻ ആഘോഷമായിരുന്നു ശരിക്കും. കാരണം ഈ 22ാമത്തെ വയസ്സിൽ പത്മശ്രീ നേടുക എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ശരിക്കും. അതിൻ്റെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് പോലും അറിയില്ലായിരുന്നു അന്നത്തെ ആ പ്രായത്തിൽ. പക്ഷേ അവാർഡ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വിമൻ പത്മശ്രീ, ഒരു സ്ത്രീക്ക് ഒരു പത്മശ്രീ അവാർഡ് കൊടുക്കുന്നത് ആദ്യമായിട്ടായിരുന്നു.